കുര്യൻ സാഡാ. കുര്യൻ എന്തിനാ സാഡ്? സോഷ്യൽ മീഡിയയിലൊക്കെ കുറിച്ച് ഉസ്താദ് പറഞ്ഞതോ? ഉസ്താദ് ഇറങ്ങിയാ അപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കണ ഒരു ബ്ലോഗർ ഉണ്ട്, ഹനാൻ ഷാൻ, അങ്ങനെ തന്നെ ചങ്ങയുടെ പേര്, മലപ്പുറംകാരനാണ്. കഴിഞ്ഞ ദിവസം എന്റെ വണ്ടി ഓടിക്കുന്ന ചങ്ങാതി ഒരു വീഡിയോ കാണിച്ചു തന്നു. എന്താ കാണിച്ചെന്നേ? ആ വ്ലോഗ് ചെയ്യുന്ന ആ സഹോദരന്റെ വാപ്പായും ഉമ്മായും ഭയങ്കര ഉപദേശം കൊടുക്കുക. പള്ളിയിൽ പോണേ, നിസ്കരിക്കണേ, നോമ്പ് പിടിക്കണേ, നന്മകൾ ചെയ്യണേ എന്നൊക്കെ ഭയങ്കര ഉപദേശ. എന്നിട്ട് മക്കള് രാത്രി പണി എന്താ? ഗാനമേളയ്ക്ക് പോകാം, ഗാനമേളയിൽ പാട്ട് പാടാൻ പോവാ, അല്ലെങ്കിൽ സ്റ്റേജിൽ കയറിയിട്ട് പാട്ട് പാടുക, സിനിമ. ഇത് ഏത് ഉസ്താദാണ്? ഇയാൾ എന്താ ചെയ്യുന്നത്? പച്ചക്ക് ഇരുന്ന് ഫിത്തിന പറയല്ലേ ഇയാള്? ഇത് ഏത് കോണത്തിൽ ഉസ്താദാണ് ഇത്? ഇവന്റെ പേരെന്താ? ഉസ്താദാ? ഇവൻ ആരാണ് ഉസ്താദാക്കിയത്? എന്താണ് ഇവന്റെ പേര്? ഏതാ ഈ ഫിത്തിന പറയല്ലേന്ന്? മൈക്കും പിടിച്ചിട്ട് നാട്ടാറോട് പച്ചക്ക് വേറൊരു കുടുംബത്തിനെ കുറിച്ചല്ലേ ഇയാള് പറയുന്നത്? എന്തൊരു കുന്നായ്മ ഇയാള് പറയുന്നത്? വാട്ടവർ എന്തോ ആയിക്കോട്ടെ, അയാളൊരു ഉസ്താദല്ലേ. മൈക്കും വെച്ച് കയറി വന്നിട്ട് ഒരു മുസ്ലിം ഫാമിലി, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിൽ ഇസ്ലാമിലുള്ള ഏറ്റവും ഇതുള്ള കാര്യമാണ് ഫിത്തിന പറയുന്നത്, മനസ്സിലായി? എന്നിട്ട് ഇയാൾ ഇവിടെ ഇരുന്ന് ഫിത്തിന പറയാം, മൈക്കും പിടിച്ചിട്ട് നല്ല പബ്ലിക് ആയിട്ട്. ആയിരം ബാക്കി ആയിരിക്കും അത്രയും ആൾക്കാരോട് ഇയാള് ഫിത്തിന പറയാം. എന്തിന്? വ്യൂവേഴ്സ് കൂട്ടാൻ. എന്ത് അസൂയ ഇവന്മാർക്ക് വേണ്ടത്? എന്താ? ഒന്നാമത്തെ കാര്യം, മുസ്ലിം ഓഡിയൻസ് നല്ലോണം ഹനാൻ ഷാന്റിലേക്ക് ചായുന്നുണ്ട്. മൊത്തം മുസ്ലിംസ് എന്ന് പറഞ്ഞ ഒരു സാധനം തന്നെ. ഇപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ എന്തെല്ലോ വീഡിയോ ഇറക്കിന്, ഹനാൻ ഷാ മാർക്കറ്റ് ചെയ്യുന്നത് ഇസ്ലാമിനെന്ന് മാർക്കറ്റ് ചെയ്യുന്നതെന്ന് വരെ വീഡിയോ ഇറക്കി. കാരണം അത്രയും മുസ്ലിങ്ങള് ഹനാൻ ഷാന്റെ, മുസ്ലിങ്ങൾ 90% ഹനാൻ ഷാന്റെ സപ്പോർട്ടേഴ്സായി. അപ്പൊ ഈ ഉസ്താദിനൊന്നും ജോലിയിലുണ്ടായി. അതാണ് ഈ അസൂയ കയറിയിട്ട് അവന്മാര് ഇറങ്ങീന്, മനസ്സിലാ? ആടുന്ന് കുറച്ച് വ്യൂവേഴ്സ് ഇങ്ങോട്ട് വരട്ടെ എന്ന് വെച്ചിട്ട് ഈ കോയമാർ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഏതാണ് ഈ ഉസ്താദ്? ഇവൻ ആരുടെ ഉസ്താദ് വിളിച്ചത്? ഓരോ നാറികൾ ഇറങ്ങിക്കോളും, മൈക്കും പിടിച്ചിട്ട് മീശയും പഠിച്ച് താടിയും നീട്ടി വളർത്തിയിട്ട് ഓരോ കുണ്ടന്മാർ ഇറങ്ങിക്കോളും ഉസ്താദെന്നും പറഞ്ഞില്ല ഒട്ടകള്. ഇവനാണ് ഉസ്താദ്. മക്കളുടെ എല്ലാം ഇതിന് കൂട്ടുനിന്ന് കൊടുക്കുകയാണ് വാപ്പമായി. ഉപദേശവും കൊടുക്കുന്നുണ്ട്, ഹറാമ് ചെയ്യാൻ വേണ്ടി ആ ചങ്ങാതിയുടെ വാപ്പ കൂട്ടുനിന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ വാപ്പാമാരെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നിസ്കരിക്കാൻ പറയുന്നുണ്ട്, മറ്റുള്ളവരെ സഹായിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ മതി, അത്രയും മതി. എന്റെ അഭിപ്രായത്തിൽ അത്രയും മതി. ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ അത്രയും മതി. നിസ്കരിക്കാൻ പറയുന്നുണ്ടാ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ടാ, അത്രയും മതി. മനസ്സിലായി? നീ കുറെ കൊണക്കല്ലേ? അങ്ങനെ ആറാമിന്റെ ഇത് നോക്കുവാണെങ്കിൽ പല രീതിയിലും ആറാമ് നോക്കണം. എല്ലാം ആറാമ, ഉസ്താദ് അടക്കം ആറാമ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയും. അങ്ങനെ ഈ കാലത്ത് അത്രയും സൂക്ഷ്മമായിട്ട് ആറാമ ഒഴിവാക്കിയിട്ട് ജീവിക്കാൻ പറ്റൂല. അത് ചില കാര്യങ്ങളിൽ അങ്ങനെ ആയിപ്പോന്നു. ഇപ്പൊ മൈക്ക് അങ്ങനെയാണെങ്കിൽ മൈക്കിൽ സംസാരിക്കുന്നത് ആറാമെന്ന് പറയാൻ പറ്റും, മനസ്സിലാ? അങ്ങനെ ഒന്നും ഇതാക്കാൻ പറ്റില്ല. അങ്ങനെ മൊത്തത്തിൽ ക്ലീൻ ആക്കാൻ നോക്കിയാൽ ലോകത്ത് എന്ത് ചെയ്താലും ആറാമാ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ജീവിതത്തിൽ ജീവിക്കാനേ പറ്റില്ല, മനസ്സിലാ? അവര് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, നിസ്കരിക്കുന്നുണ്ടോ, അത്ര മതി. അതിന്റെ അപ്പുറത്തൊന്നും പറയാം കൊടക്കാൻ നിൽക്കണ്ട. ഫ്ലൈറ്റ് ഇഷ്യൂവിന് ശേഷം മമ്മു. നമസ്കാരം.